എടോ, ചില ദിവസങ്ങളിൽ മീനൊന്നും കിട്ടാത്ത ദിവസം വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അപ്പം ഈ കോവയ്ക്കൊക്കെ ഉണ്ടെങ്കിലേ മീൻ കറി പോലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറി ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ മീൻ കറിയുടെ അത്ര രുചിയൊന്നും വരില്ല കേട്ടോ. പിന്നെ കോവയ്ക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണേ. എന്നാൽ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. വളരെ എളുപ്പമാണ്, എന്നാൽ നല്ലൊരു രുചിയാണ് കേട്ടോ. എന്നാൽ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ തന്നെ മറക്കാതെ അമർത്തിയേക്കണേ. എടോ, ഞാനിവിടെ കുറച്ച് കോവയ്ക്കൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി വെച്ചേക്കുന്നതാണ്. ഇത് ഇത്ര അത്യാവശ്യം നല്ല വലിയ കോവയ്ക്കാട്ടോ എടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ തലയും വാലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി എന്നിട്ട് നമുക്കിത് ഒരു 4 കീറലിട്ട് കൊടുക്കണം കേട്ടോ. ഇതിനകത്ത് നമ്മളിത് ഫ്രൈ ആക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോഴേ ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കീറി കൊടുക്കാം. ഇങ്ങനെ ഒരു വെട്ടിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാം ഒന്ന് എടുത്ത് ചെയ്ത് വെക്കണം കേട്ടോ. ഇപ്പോൾ ദാണ്ടെ ഇങ്ങനെ ഒന്ന് ആക്കിയിട്ടുണ്ടേ. ഇനി അതുപോലെ ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കുന്നുണ്ടേ. ഇപ്പോൾ ദാണ്ടെ എല്ലാം ഒന്ന് റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ടേ ഒരു മസാല ഒന്ന് റെഡിയാക്കാം. അതിനെ ഒരു മിക്സിയുടെ ജാറൊന്ന് എടുത്തിട്ട് ഇതുപോലെ മീഡിയം സൈസിൽ 3 തക്കാളി ഒന്ന് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒന്ന് 2 3 കഷ്ണങ്ങളായിട്ടേ ഒന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒന്ന് അടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടാലേ പെട്ടെന്ന് തന്നെ അങ്ങ് അരഞ്ഞ് കിട്ടും. അത് തന്നെ അരഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ 3 തക്കാളി തന്നെ എടുക്കണം. മീഡിയം സൈസ് ആണെങ്കിൽ, വലുതാണെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഇത് ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. വേണമെങ്കിൽ ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി തേങ്ങയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് വെള്ളം ഒന്നും ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കണം. വേണ്ട, ഇതുപോലെ വെള്ളമൊന്നും ചേർക്കാതെ അരച്ചങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനേ ഞാനൊരു ചട്ടി എടുത്തേക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം വെളിച്ചെണ്ണ ചേർത്തിട്ട് ഇനി നമ്മൾ ഈ റെഡിയാക്കി വെച്ചേക്കുന്ന ഈ കോവയ്ക്ക ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഈ കോവയ്ക്കൊക്കെ അത്യാവശ്യം നിറം മാറി ഒന്ന് ഫ്രൈ ആയി വരണം കേട്ടോ. അതുവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. പിന്നെ ഈ കോവയ്ക്ക ഇങ്ങനെ ഫ്രൈ ആക്കി ചെയ്യുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റാണ് ഈ കോവയ്ക്ക കഴിക്കാൻ വേണ്ടിയിട്ട്. കറിയിൽ നിന്ന് എടുത്ത് കഴിക്കുമ്പോഴേ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. പക്ഷെ ഇത് ചെയ്യുന്നതായിരിക്കും ഒരു നല്ലൊരു ടേസ്റ്റ് കേട്ടോ. ഇനി എന്നിട്ട് ഇങ്ങനെ ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് ഇതങ്ങ് മാറ്റി വെക്കാം. ഈ ചട്ടിയിൽ തന്നെയാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അപ്പം ഈ കോവയ്ക്കെല്ലാം എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ദാണ്ടെ ഞാൻ എല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട്. വീണ്ടും അതേ ചട്ടിയിലേക്ക് തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തതാണ്. ഞാനേ അത്യാവശ്യം നീളത്തിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇനി ഒരു 3 വെളുത്തുള്ളി അല്ലിയും കൂടെ എടുത്ത് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ഒന്ന് ചെറുതായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഈ സവാള ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞുള്ളിയാണ് ചേർക്കുന്നതെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ സവാള എളുപ്പത്തിന് വേണ്ടി സവാള എടുത്തേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കാം കേട്ടോ. ചേർക്കുകയാണെങ്കിൽ ഒരു 10 15 എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്താൽ മതി. അപ്പോൾ ഈ സവാള ഇതുപോലെ എടുത്തൊന്ന് പൊടിയായിട്ട് അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞ് വരണം. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് കളറൊന്നും മാറ്റിയെടുക്കണ്ട. അതാണ്ട് ഇപ്പൊ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതുവരെ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2.5 ടീസ്പൂണോളം കാശ്മീരി ചില്ലി ആട്ടോ ചേർക്കുന്നത്. എരിവില്ലാത്ത മുളക് പൊടിയാണ്, എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ചേർത്തിട്ട് 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടിയാണ് ചേർക്കുന്നത്. അതുകൂടെ ചേർത്തിട്ട് ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ പൊടികളൊക്കെ ചേർക്കുമ്പോഴേ ഫ്ലെയിം നല്ല കുറച്ച് വെക്കണം കേട്ടോ. പ്രത്യേകിച്ച് ഇത് ചട്ടിയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ഈ പൊടികളൊക്കെ കരിഞ്ഞു പോയി ഒരു കയ്പ്പ് ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ഒരു വൃത്തിയുടെ സ്മെല്ലൊക്കെ വരും. അപ്പോഴേ നല്ലപോലെ ഫ്ലെയിം കുറച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് മിക്സാക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ അരച്ച് മാറ്റി വെച്ചേക്ക് നമ്മുടെ മിക്സും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതെല്ലാം അങ്ങോട്ട്
ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഈ മിക്സും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിനകത്ത് തേങ്ങയും തക്കാളിയൊക്കെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറാനുണ്ട്. അപ്പോൾ ആ തേങ്ങയുടെയും തക്കാളിയുടെ ഒക്കെ പച്ചമണം മാറുന്നവരെയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനകത്ത് ചെറിയൊരു വെള്ളത്തിൻ്റെ അംശമുണ്ട്, അത് നന്നായിട്ടൊന്ന് വറ്റി വരും. എന്നിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും. അവിടെ ഈ പരുവം ഇതുവരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരു ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ആക്കി എടുക്കണം. ആദ്യം ഈ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴേ ഈ മസാല നന്നായിട്ടൊന്ന് വെന്ത് വരും. അപ്പോൾ പച്ചമണം വല്ലതും ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് അങ്ങ് മാറിക്കിട്ടും. കറി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ പരുവം വരെ മതിയാവും. ഇനി നമുക്ക് ബാക്കി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇനി ഒരു 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ ഒരു 2 കപ്പ് വെള്ളമാണ് ഈ കറിക്ക് ഞാൻ ഒഴിച്ചേക്കുന്നത്. ഒഴിച്ചിട്ടേ ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അതൊക്കെ നമുക്ക് ഈ സമയം കൊണ്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതിയാവും. ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആണേ. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇനി ഈ കറി ഒന്ന് തിളച്ച് വരണം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം അതാണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ടേ. അതാണ്ട് ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ഫ്രൈ ആക്കി വെച്ചേക്ക് നമ്മുടെ കോവയ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് കാണുമ്പോഴേ ശരിക്കും ഒരു മീൻകറിയുടെ ലുക്കല്ലേ. ഇത് കറി റെഡിയായി വരുമ്പോഴേ ഈ മീൻകറിയുടെ കണക്കൊരു മണവും അതേപോലത്തെ ഒരു ലുക്കും ഒക്കെയാണ് കാണാൻ കേട്ടോ. ഈ കോവയ്ക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടേ ഇത് വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അടച്ച് വെച്ച് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം, എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണേ. ഇപ്പം ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയതാണ്, അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വറ്റാനുണ്ട്. അപ്പം അതുവരെയും കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ഒരുപാട് ബലം കൊടുത്തൊന്നും മിക്സ് ആക്കണ്ട. ഇനി ഒന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ ഞാൻ വേവിക്കുന്നുണ്ടേ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് ശരിക്കും ഒരു മീൻകറിയുടെ ഒരു ലുക്ക് ഉണ്ടല്ലേ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. കോവയ്ക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാലേ ഒരു ലൈക്ക് ചെയ്യാനും കൂടെ മറക്കല്ലേ. അപ്പോഴേ ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.